ഓരോ വർഷവും ലക്ഷക്കണക്കോളം കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പാസ് ഔട്ടായി ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്രൈവറ്റ് കോളേജസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റുകൾ സീക്ക് ചെയ്ത് പോകുന്നത്. അതിൽ 10-7 പേരും എടുത്ത ചോയ്സിനെ റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പഠിക്കാൻ കയറി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ചൂസ് ചെയ്ത കോളേജ് മോശമായിരുന്നു, അല്ലെങ്കിൽ എടുത്ത ഡിസിഷൻ തെറ്റായ ഡിസിഷൻ ആയിരുന്നു എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നവരാണ് 10-7 പേരും. ആ റിഗ്രറ്റ് എങ്ങനെ ഉണ്ടായി? പാരന്റ്സിനോ സ്റ്റുഡൻസിനോ ആർക്കാണെങ്കിലും എടുത്ത തീരുമാനത്തിൽ പിന്നീട് കുറ്റബോധം ഉണ്ടാവാനുണ്ടായ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പോയി പെടാതിരിക്കാമെന്നുള്ളതാണ് ഈ ഒരു ചെറിയ വീഡിയോ. തീരുമാനം ഏത് കോളേജ് വേണം എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നുകൂടെ റീചെക്ക് ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് ചൂസ് ചെയ്തു എന്നുള്ളതാണ്. സോ നമുക്കിപ്പോൾ ഒരുപാട് ട്രെൻഡ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ BSc നഴ്സിംഗിന് ഭയങ്കരമായ കുട്ടികൾ പഠിക്കാൻ പോകുന്നു, പാരാമെഡിക്കൽ കോഴ്സിന് കുട്ടികൾ പഠിക്കാൻ പോകുന്നു. ഇപ്പോ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഭയങ്കരമായ രീതിയിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് തള്ളിക്കയറ്റം നടക്കുന്നുണ്ട്. അപ്പൊ ജനറലി ഒരു സ്വന്തം ഇൻട്രസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ലൊരു ധാരണയില്ലാത്തൊരു സ്റ്റുഡന്റ് എന്താണ് നോക്കുന്നത്? ഓക്കെ, ഏറ്റവും കൂടുതൽ നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പാത്ത് ഏതാണ് എന്നുള്ളതായിരിക്കും നോക്കുന്നത്. പക്ഷേ അങ്ങനെ നോക്കി ചൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ എടുക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള കോഴ്സുകൾ, അതും ഒരു 60% ഓഫ് ഗ്രാജുവേറ്റ്സിന്റെ കരിയർ ഒരു ഫെയിലിയർ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്? ഒന്നാമത്തെ കാരണം, ഒരു ബൾക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇത് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസിനകത്ത് ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു കരിയറിൽ സക്സസ് കണ്ടെത്താത്ത കുട്ടികളുടെ എണ്ണത്തെ പറ്റി ആളുകൾ കൺസേൺഡ് അല്ല, അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ അറിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മാർക്കറ്റിംഗ്, ഓരോ കോളേജുകളും അല്ലെങ്കിൽ ഓരോ കോഴ്സുകളും മാർക്കറ്റ് ചെയ്യുന്ന രീതികൾ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എല്ലായിടും. അപ്പോൾ ഒരു അഡ്മിഷൻ സീക്കിംഗ് ആയ ഒരു ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ അഡ്മിഷൻ സീക്ക് ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ തലച്ചോറിൽ രജിസ്റ്റർ ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കോളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. സാർ അഡ്മിഷൻ ആയിരുന്നു, മാഡം ഏത് കോഴ്സായിരുന്നു നോക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളോട് തന്നെ ചോദിക്കുക എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ളത്. ഇത് വളരെ ക്ലീശ ഡയലോഗാണ്, വളരെ പഴക്കം ചെന്നൊരു ഡയലോഗാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് ഇത് പറയാറുണ്ട്, എന്താണ് നമ്മുടെ കഴിവ് എന്ന് കണ്ടുപിടിക്കുക. അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണ് ഭൂരിഭാഗവും. ഐ നോ. നമുക്ക് എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ്, എന്ത് എൻവയോൺമെന്റ് ആണ് നമ്മുടെ ജോലിക്ക് വേണ്ടത്, ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലെ? നമുക്കിപ്പോ നാട്ടിൽ പഠിക്കാനാണോ ഇഷ്ടം, നാട്ടിൽ ജോലി ചെയ്യാനാണോ ഇഷ്ടം, അതോ പുറത്ത് ജോലി ചെയ്യാനാണോ ഇഷ്ടം? നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം നമുക്ക് വേണ്ടത്? നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം കുറച്ചുകൂടെ എന്താ പറയുക, അർബൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആളുകളോടൊപ്പം ഒരു ഓഫീസ് ലെവൽ ഓഫ് വർക്ക് ആണോ ഇഷ്ടം, അതോ കുറച്ചുകൂടെ ഫീൽഡ് വർക്ക് ആണോ ഇഷ്ടം, അതോ ഇൻഡിപെൻഡന്റ്ലി നിൽക്കുന്നതാണോ ഇഷ്ടം, ഫ്രീലാൻസ് ആയിട്ട് ഒരു എന്റർപ്രണർ ആവുന്നതാണോ ഇഷ്ടം? അങ്ങനെ ലോഡ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 90% ഓഫ് ആൾക്കാർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നറിയാത്ത ആൾക്കാർക്ക് പോലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഉണ്ട്. ഓക്കെ, അപ്പം അത് ചൂസ് ചെയ്യുക. അപ്പം അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കോഴ്സ് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക. അതാണ് ഇതുപോലെ ആഗ്രഹങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് ഇതുവരെ തിരിച്ചറിയാത്ത നമ്മുടെ കുട്ടികൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കോഴ്സിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. പക്ഷെ ഇൻഡിവിജ്വലി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ്, എൻ്റെ ടീമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മുഖേന, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഈ പറയുന്ന സ്ട്രെങ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഈ പറയുന്ന ഫാക്ടേഴ്സിന് ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഒരു ബെസ്റ്റ് ഒരു ചോയ്സിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിച്ച് പാസ് ഔട്ട് ആയ കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് കരിയർ പാത്തുകൾ ഉണ്ട്. ഒരു സമയത്ത് അത്രയും ഹൈപ്പിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ സമയത്ത് ഒരു വിലയും ഇല്ലാതെ ഇപ്പോൾ അത്രയും റെവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന മേഖലകളുമുണ്ട്. ഇത് രണ്ടിനെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് എന്തിനാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ യുക്തിപരമായി ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് കോളേജുകളിലേക്ക് വരാം. ബെസ്റ്റ് കോളേജ് എന്ന് പറയുമ്പോൾ പ്രീമിയം ക്യാമ്പസുകളുണ്ട്, ലോ ബഡ്ജറ്റ് ക്യാമ്പസുകളുണ്ട്. ഒരുപാട് ആളുകൾ സോഷ്യൽ സ്റ്റാൻഡേർഡ്സിന് വേണ്ടിയിട്ട്
അപ്പുറത്തെ വീട്ടിലെ രമയുടെ മോൻ ഇവിടെ പഠിക്കുന്ന, എന്നാ നമ്മുടെ മോനും അവിടെ പഠിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ. അല്ല എന്നുണ്ടെങ്കിൽ എന്റെ മോൻ ഇന്നടുത്താ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മോൾ ഇന്നതാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയാനുള്ളൊരു സോഷ്യൽ സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ എഡ്യൂക്കേഷനെ കാണുന്ന ആൾക്കാരുണ്ട്. അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ സ്ട്രൈറ്റ് ടു ദ പോയിന്റ്, നമുക്ക് ഈ പറയുന്ന ലോ ബഡ്ജറ്റ് ഓപ്ഷൻസോ പ്രീമിയം ഓപ്ഷൻസോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. ഫീസ് കുറവുള്ള എല്ലാ ലോ ബഡ്ജറ്റ് ആണ്. ഓക്കെ, ഒരാവശ്യവും ഇല്ലാതെ ഹൈ എൻഡ് ഫീസ് വാങ്ങിക്കുന്ന, അത്രയും ഫീസ് വാങ്ങിക്കുന്ന എല്ലാ കോളേജസും പ്രീമിയം ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്. നോ, നമുക്ക് വാല്യൂ ഫോർ മണി കോളേജസ് ആണ് വേണ്ടത്. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എത്ര രൂപയാണെങ്കിലും, പ്രീമിയം കോളേജിൽ ചെലവാകുന്ന പൈസ ചെലവാക്കാനുള്ളവൻ ചെലവാക്കിക്കോ. ആ ചെലവാക്കുന്ന പൈസക്ക് നമുക്ക് വെറുത്തായിട്ട് റിട്ടേൺ കിട്ടുന്നുണ്ടോ, നമുക്ക് വെറുത്തായിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രീമിയം കാറ്റഗറി അല്ലെങ്കിൽ ഫിനാൻഷ്യലി വെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അതായത് എന്താ പറയാ, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്, അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്, എന്തോ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മൈൻഡ് സെറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ചിലവാക്കുന്ന പൈസയ്ക്ക് റിസൾട്ട് ഉണ്ടോ, നമുക്ക് കിട്ടുന്ന വെർത്ത് ഉണ്ടോ, വാല്യൂ ഫോർ മണി, അതാണ് നമുക്ക് നോക്കേണ്ടത്. ലോ ബഡ്ജറ്റ് കോളേജസ് മാത്രം നോക്കി പോകരുത്. ഫീസ് കുറഞ്ഞ ഒരുപാട് കോളേജസ് ഉണ്ട്, ഒരു വാര്യക്കും കൊള്ളാത്ത, അറ്റ് ദ സെയിം ടൈം വളരെ മോഡറേറ്റ് ഫീസ് ഉള്ള നല്ല ക്യാമ്പസുകളും അവൈലബിൾ ആണ്. വളരെ ചെറിയ ഫീസിൽ നല്ല രീതിയിൽ ഇന്റർനാഷണലി വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകളുമായിട്ട് കൊളാബ് ചെയ്ത്, അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് ജോബ് അസിസ്റ്റൻസിന് അവരെ സീക്ക് ചെയ്ത്, ക്യാമ്പസ് ഇന്റർവ്യൂസിന് ക്യാമ്പസിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ക്യാമ്പസുകളും ഉണ്ട്. ഒരു കോളേജ് അഡ്മിഷൻ സീക്കുന്ന സമയത്ത് അവിടുത്തെ ലാസ്റ്റ് ഇയറിലെ ഏറ്റവും ലോവസ്റ്റ് LPA എത്രയായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുക. അപ്പോൾ അതൊരു ആവറേജ് ആണ്, അതൊരു നമുക്കൊരു ഒരു ചെക്ക് പോയിന്റ് ആണ്. ഗ്ലോബലി വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ആയിട്ട് ടൈപ്പ് ഉള്ള, അതായത് സ്റ്റുഡൻസിനെ ട്രെയിനിങ്ങിന് വിടാൻ കേപ്പബിലിറ്റി ഉള്ള, പ്ലേസ്മെന്റ് കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ക്യാമ്പസുകൾ, അതാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രി ടൈപ്സ് ഉള്ള ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ്. ഇന്റേൺഷിപ്പ് ആൻഡ് ഗ്ലോബൽ എക്സ്പോഷർ. നമുക്ക് പഠിച്ച് പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടുന്ന എവിടെയാണ്? നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ കോഴ്സ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്ത് ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ ലെവലുള്ള മിനിമം ഒരു ക്യാമ്പസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുമോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്ത ക്യാമ്പസ് ആണെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ഫേമിലാണ്, ആ പ്രൊവൈഡ് ചെയ്യുന്ന ഫേമിന്റെ സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഇതാണ് നമ്മൾ പിന്നീട് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇന്റേൺഷിപ്പ് റിയലി മാറ്റേഴ്സ്. നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സിനേക്കാൾ നമ്മൾ എടുക്കുന്ന ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ്, അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കരിയറിന്റെ ഏറ്റവും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫാക്കൽറ്റി ക്വാളിറ്റി, അതായത് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിക്ക് എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരാണോ, മിനിമം വിവരമുള്ള ആൾക്കാരാണോ, പഠിപ്പിക്കാൻ എന്താണ് യോഗ്യത, നമുക്ക് എല്ലാവരെയും പോയിട്ട് എല്ലാവരുടെ അടുത്തും പോയി അന്വേഷിക്കാൻ അങ്ങനെ പറ്റില്ല. എങ്കിലും നമുക്ക് ഈ പറയുന്ന മാർക്കറ്റിംഗ് എലമെന്റ്സിൽ അസസ് ചെയ്താൽ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. പിന്നെ നമ്മൾ ഈ പറയുന്ന അഡ്മിഷൻ അസിസ്റ്റൻസ് ആയിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ആരാണോ അവരിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പറയുന്ന ക്യാമ്പസുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോഴ്സുകളെ പറ്റിയിട്ട് നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ടെലികോളേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരാണെങ്കിലും പൊതുവെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ റെയർലി കുറച്ച് ആളുകൾ മാത്രമാണ് അതിനെപ്പറ്റി സംസാരിച്ച് കേട്ടിട്ടുള്ളത്. ലോണുകളെ പറ്റിയിട്ടും സ്കോളർഷിപ്പിനെ പറ്റിയിട്ടും. കാരണം ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഇല്ല അത് കൂടുതൽ കുട്ടികൾ അറിയുമ്പോൾ അവർക്ക്. ഈ പറയുന്ന എഡ്യൂക്കേഷൻ ലോണുകൾ നമുക്ക് ഒരു മെജോറിറ്റി ഓഫ് മലയാളി സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മിഡിൽ ക്ലാസ്, നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ എഡ്യൂക്കേഷൻ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് മെജോറിറ്റി. ഞാനും എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ച ഒരാളാണ്. സോ നമ്മൾ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന പരിപാടി നമുക്ക് എല്ലാവർക്കും കിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളൊരു കോളേജിൽ നമ്മൾ അഡ്മിഷൻ അസിസ്റ്റൻസ് ഫോറത്തിൽ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ സീക്കിനായിട്ട് സംസാരിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആണോ? അതെ, ക്യാമ്പസ് പറയാൻ വേണ്ടേ അവൈലബിൾ ആണ്. എന്താ ആർക്കല്ലാത്തത്? അവർക്ക് പറയുന്നതിന് എന്താ നഷ്ടം? അവർക്ക് അവൈലബിൾ ആണ് എന്ന് പറയും. അതുപോലെ ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ അത് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളൊരു ക്യാമ്പസിൽ കയറുമ്പോൾ ഇനീഷ്യലി അവിടെ നമുക്ക് പേയ്മെന്റുകൾ ആവശ്യമാണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ എൻ്റർ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ലോൺ കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, കിട്ടിക്കഴിഞ്ഞാൽ അത് പാസ്സായി വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരാനായിട്ട് അല്ലെങ്കിൽ കോളേജിന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരാനായിട്ട് ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ ഈ പറയുന്ന അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വെയിറ്റ് ചെയ്യില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ആദ്യം ഇനീഷ്യലി നല്ലൊരു തുക നമ്മളെ കൊണ്ട് അടപ്പിക്കുമെന്നല്ല, നമുക്ക് അടച്ചേ പറ്റും. അതാണ് അതിന്റെ ഒരു അജണ്ട. സോ നമ്മൾ അങ്ങനെ അടച്ചതിന് ശേഷമായിരിക്കും പറയുന്നത് നമുക്ക് ലോൺ എലിജിബിലിറ്റി ഇല്ല എന്ന്, അല്ലെങ്കിൽ ആ ക്യാമ്പസിന് ലോൺ എലിജിബിലിറ്റി ഇല്ല എന്നുള്ളത്. വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും വലിയൊരു ശതമാനം ആളുകൾ ഈ പറയുന്ന ബുദ്ധിമുട്ട് ഫേസ് ചെയ്തവരെ പേഴ്സണലി എനിക്കറിയാം. നമുക്ക് +2 ഒരു ബെയർ മിനിമം മാർക്ക് വേണം.
ഇതങ്ങനെ അധികം ആൾക്കാർ പറയാറില്ല. കാരണം അവർക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ക്യാമ്പസുകൾ ഈ പറയുന്ന എൻക്വയറീസ് വരുമ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ ചെലവാക്കിയല്ലോ, ഇനീഷ്യൽ എമൗണ്ട് ചെലവാക്കി. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അത്രയും പൈസ ചെലവായി, ഇപ്പൊ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല, അതിന് റീഫണ്ട് കിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ബാക്കി പരിപാടി തീർക്കാം എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ലോണിന്റെ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ അതിനുള്ള ലിമിറ്റേഷൻസ്, കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ആരും ഡിസ്കസ് ചെയ്യില്ല ഇനിഷ്യലി. നമ്മളെ കൊണ്ട് ആ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. സോ +2 നമുക്ക് നല്ല മാർക്ക് വേണം. ഒരു 75% ഒക്കെ എബോവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാർക്കിന്റെ പേരിൽ ഒരു വലിയൊരു സംസാരം ഉണ്ടാവില്ല. ഒരു 80 റേഞ്ചെങ്കിലും മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്ക് ലോൺ കിട്ടാനായിട്ട്. നമ്മൾ ഈ പറയുന്ന കോളേജുകൾ എലിജിബിൾ അല്ലാതാവും, നമുക്കൊരിക്കലും അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. ഈ അഫിലിയേഷൻ പേപ്പേഴ്സും ഇതിന്റെ സർട്ടിഫിക്കേഷൻസും ഒക്കെ വാലിഡ് ആണെങ്കിൽ മാത്രമാണ് അവര് കുറച്ച്, അതായത് ഈ ബാങ്കുകൾ അനുശാസിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ പറയുന്ന ടെക്നിക്കൽ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ AICTE അങ്ങനെ, അല്ലെങ്കിൽ ഈ പറയുന്ന NAC, അത്തരത്തിലുള്ള അക്രഡിഷൻസ്, അഫിലിയേഷൻസ്, അപ്രൂവൽസ്, അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട്. ഈ പറയുന്ന പരിപാടികളെല്ലാം ഉള്ള ക്യാമ്പസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന പർട്ടിക്കുലർ കോഴ്സ്, നമ്മൾ എടുത്ത കോഴ്സിന് ആ പറയുന്ന കോളേജിൽ ഈ പറയുന്ന അഫിലിയേഷൻസും അപ്രൂവൽസും ഒക്കെ ഉള്ള ക്യാമ്പസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാറില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അന്വേഷിക്കാറില്ല. അന്വേഷിക്കുന്നവരുണ്ട്, സന്തോഷം. അപ്പോ അതൊരു വലിയ കാര്യമാണ്, അത് നമ്മൾ ഉറപ്പുവരുത്തുക. ക്ലാരിറ്റി ബിഫോർ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഒരു മോട്ടോ അതാണ്. അതായത് നിങ്ങളുടെ മോട്ടോ അത് തന്നെ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളൊരു സെറ്റ് ഓഫ്, ഒരു സൊസൈറ്റിയിൽ ഒരു സെറ്റ് ഓഫ് ആളുകൾ ഒരുമിച്ച് പാസ് ഔട്ട് ആവുന്നു +2. അപ്പോൾ അവരുടെ പാരന്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ചുറ്റുവട്ടമുള്ള കുട്ടികളെല്ലാം അഡ്മിഷൻ കിട്ടി പോകുന്നു, ഗവൺമെന്റ് സീറ്റുകൾ കിട്ടുന്ന ആൾക്കാരുണ്ട്, പ്രൈവറ്റ് ആണെങ്കിൽ നേരത്തെ ചൂസ് ചെയ്ത് നേരത്തെ തീരുമാനം എടുത്ത് വെച്ചിരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഓരോരോ അഡ്മിഷൻസ് എടുത്തു പോകുന്നു. അപ്പം നമുക്ക് പ്രഷറാണ്, ബാക്കി എല്ലാവർക്കും എല്ലാം ആയി, എനിക്കൊന്നും ആയില്ല എന്ന് സ്റ്റുഡന്റിന് സ്വന്തമായി തോന്നുന്ന പ്രഷർ. അതുപോലെ തന്നെ പാരന്റ്സിന് സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാകുന്ന കുറെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാറ്റസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, അതൊരു വിഷമാണോ. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സീറ്റ് കിട്ടിയില്ല, അല്ലെ നമ്മുടെ കുട്ടികൾക്ക് ഒന്നും ആയില്ല, അവരുടെ എല്ലാവരുടെയും ഒക്കെ ആയി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നസെന്റ് പാരന്റ്സിന് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. സോ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു റേസ് അല്ല. നമ്മളൊരു കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു റേസ് അല്ല. ആദ്യം ചൂസ് ചെയ്യുന്നതിന്റെ പേരിൽ രക്ഷപ്പെടുമെന്ന് നിർബന്ധമില്ല, അവസാനം ചൂസ് ചെയ്യുന്നതിന്റെ പേരിൽ രക്ഷപ്പെടില്ല എന്നും നിർബന്ധമില്ല. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ്, നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ്, നമ്മൾ ചൂസ് ചെയ്യുന്ന മെന്റാലിറ്റി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മെന്റാലിറ്റി, സ്റ്റുഡന്റിന്റെ മെന്റാലിറ്റി മറ്റൊരു വലുതായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബാധിക്കുന്നത്. അല്ലാതെ ആദ്യം തീരുമാനം എടുത്തത് കൊണ്ടോ 1 വർഷം ഗ്യാപ്പ് ആയത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 1 വർഷം ഗ്യാപ്പ് ആയി എന്നുള്ള ഒരു മനസ്താപവും കുറ്റബോധവും ജീവിതത്തിലുള്ള ഒരുപാട് ആളുകളെ അറിയാം. എല്ലാം റിലേറ്റബിൾ ആയിട്ട് പറയുന്നു എന്ന് വിചാരിക്കേണ്ട. എനിക്കും ഇയർ ഗ്യാപ്പ് ഉള്ള ഒരാളാണ്. അതായത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 1.5 വർഷം 2 വർഷത്തോളം ഗ്യാപ്പ് സംഭവിച്ച ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. ബട്ട് ഞാൻ എവിടെ നിർത്തി എന്നിട്ട് എവിടെ തുടങ്ങി എന്നുള്ളത് ആണല്ലോ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായിരിക്കണം നിങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തുന്നതിന് പകരം ഡീപ്ലി റിസർച്ച് ചെയ്യുക. ഇൻഫോർമേഷൻസ് വേണം, ഇൻഫോർമേഷൻസ് എടുക്കാനായിട്ട് ടൈം എടുക്കും. സോ ഡീപ്ലി റിസർച്ച് ചെയ്യുക, അലൂമിനീസിന്റെ അടുത്ത് സംസാരിക്കുക, അതായത് പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ കോളേജ് ഫാക്കൽറ്റീസിന്റെ അടുത്ത് സംസാരിക്കുക, നമുക്കൊരു ക്ലാരിറ്റി വരുത്തുക, കോഴ്സുകളെ പറ്റിയിട്ട് ക്ലാരിറ്റികൾ വരുത്തുക, ക്രെഡിബിൾ ആയിട്ടുള്ള, അത്രയും വിശ്വസ്തമായിട്ടുള്ള നല്ല കരിയർ ഗൈഡൻസ് കൺസൾട്ടന്റ്മാരുമായി സംസാരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു കറണ്ട് സൊസൈറ്റിയിലെ ഒരു സ്റ്റാറ്റസ്, അല്ലെങ്കിൽ കറണ്ട് സൊസൈറ്റിയിലെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ കറണ്ട് ആയിട്ടുള്ള എന്താണ് നടക്കുന്നത്, നമ്മൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഡീപ്ലി റിസർച്ച് ചെയ്തിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക, നല്ലൊരു കോളേജ് ചൂസ് ചെയ്യുക. അത് പെട്ടെന്ന് എടുക്കേണ്ട ഒരു കാര്യമല്ല, സമയമെടുത്തെടുക്കേണ്ട കാര്യമാണ്. 1, 2, 3 വർഷം സമയമെടുത്ത് ഡിസിഷൻ എടുത്താലും നമുക്ക് ഒരു മോശം കോളേജോ ഒരു മോശം കോഴ്സോ ചൂസ് ചെയ്ത് പോയി സംഭവിക്കുന്ന നഷ്ടത്തോളം വരില്ല, ഒരിക്കലും വരില്ല. സോ ക്ലാരിറ്റി വേണം. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻസ് യൂസ് ചെയ്യാം. നമ്പേഴ്സ് ഓൾറെഡി ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്റ്റാഫുകളുണ്ട്, നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ട്, നമ്മുടെ പാർട്ട്നേഴ്സ് ഉണ്ട്. നിങ്ങൾക്കിപ്പോ ഒരു കോൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻക്വയറി നടത്തിയിട്ട് സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടാം. അല്ലെങ്കിൽ ഈ ചാനലിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് വരാനും ഇരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസിൽ കമന്റ് ഇടാം. ഒരു കമന്റ്സും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതല്ല. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ റെഫറൻസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് തന്നെയാണ് നമ്മളെ
കൂടുതൽ ബെറ്റർമെന്റിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒരു കുറച്ചൊന്ന് രണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്. അപ്പം അത് ത്രൂ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ നിങ്ങളുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഒരു അഭിപ്രായമാണ് എന്നുള്ളതുണ്ടെങ്കിൽ അതും പ്ലീസ് ഡു കമന്റ് ബിലോ. സമയമുണ്ടെങ്കിൽ ക്ലാരിറ്റി ബിഫോർ കമ്മിറ്റ്മെന്റ്. Subscribe Vijay Oracle for such videos. Thank you.